ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എനിക്കൊരു വിളഞ്ഞ ചക്ക കിട്ടി. അത് വെച്ചിട്ടുള്ള പുഴുക്ക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചക്ക വെട്ടി ചുളയൊക്കെ എടുത്ത് വെച്ചിരിക്കുക. ഇനി ഇത് നമുക്ക് അരിയാം. നാല് മണിക്കൊക്കെ ചോറിൻ്റെ കൂടെ നല്ലതാണ്. എനിക്ക് 4 മണിക്ക് ചുമ്മാ തൈരും കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. ഇനിയും ഈ ചക്കക്കുരുവും കൂടി ഇടാം. ഇന്ന് ചക്കക്കുരുവും ചക്കയും കൂടി ഇട്ടൊരു പുഴുക്ക് വെക്കാം. തൊലിയൊക്കെ ചക്കക്കുരുവിൻ്റെ നല്ലോണം കളയണം. നമുക്കിത് കുക്കറിലോട്ട് ഇടാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിക്കണം. പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഞാൻ ഇപ്പോൾ 2 കറിവേപ്പില ഇടും, 2 കറിവേപ്പില അരയ്ക്കുകയും ചെയ്യും. പിന്നെ വെന്ത് കഴിഞ്ഞു ഇടും. നല്ലോണം വെള്ളം ഒഴിക്കണം. ഒരു 3-4 വിസിൽ കേൾക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരണം. തേങ്ങ നന്നായിട്ട് വേണം. ഞാൻ പൂളിയായിട്ട് അരയ്ക്കാൻ എളുപ്പം, തിരികാൻ വയ്യ. അതുകൊണ്ട് ഇനി 2 ചുമന്ന മുളകും. അരച്ചുകൊണ്ട് വരാം. നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞു. ഒരു വിസിലായി. ഒന്നുകൂടെ കേട്ടിട്ട് നമുക്ക് നിർത്താം. ഇനി നിർത്താം. വെന്തോന്ന് നോക്കട്ടെ. വെന്തു. നല്ല വൃത്തിയായിട്ട് വെന്തു. നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. സ്റ്റൗവിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി വെക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടണം. നല്ലോണം ഒന്ന് ഇളക്കിയിട്ടാട്ടെ. രണ്ട് കറിവേപ്പില ഞാൻ അരച്ചിട്ടുമുണ്ട്, വേവിച്ചപ്പോൾ ഇട്ടിട്ടുമുണ്ട്. വെള്ളം തീരെ കുറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഫ്ലാസ്കിൽ നിന്ന് ഇത്തിരി ചൂടുവെള്ളം കുടിപ്പിക്കാം. സ്വല്പം മതി. ആ തേങ്ങയും വേവാൻ അടുപ്പേ വെക്കുന്നു. ഇനി ഒന്ന് തീ കത്തിച്ച് സിമ്മായിട്ട് വെക്കണം.
സിമ്മാക്കി വെച്ചിരിക്കുക. 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോഴത്തേക്ക് ആ തേങ്ങ വേവത്തുള്ളൂ. ഇപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി. ചക്കപ്പുഴുക്കും പൊടിയരിക്കഞ്ഞിയും കൂടെ ഡിന്നറിന് വളരെ നല്ലതാണ്. ഞാൻ പകലേയും കഴിക്കും, 4 മണിക്കും കഴിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.